ഇന്ന് നമുക്കൊരു മസാലപ്പുട്ടിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 കുഞ്ഞ് വെളുത്തുള്ളിയും ഒരു ചെറിയ ഇഞ്ചിയും കൂടെ ചെറുതായി അരിഞ്ഞതിട്ട് മൂപ്പിച്ച് വരുമ്പോൾ ഒരു കുഞ്ഞ് സവാളയിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു അര ക്യാരറ്റും കൂടെ ചെറുതായി അരിഞ്ഞതിട്ടിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു അര തക്കാളിയും കൂടിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് കഴിയുമ്പോൾ മൂപ്പിച്ചതിന് പാനിൻ്റെ ഒരു ഭാഗത്തേക്കാക്കിയിട്ട് മറ്റേ സൈഡിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ട് ഇളക്കി മുട്ടേനെ ഒന്ന് വേവിച്ചെടുക്കാം. മുട്ട വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മസാലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി മുട്ടയും മസാലയും കൂടി നന്നായി മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് വേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ കൂടി ചേർക്കാവുന്നതാണ്. ശേഷം നമുക്ക് വേവിച്ച് വെച്ച പുട്ട് കൈയോട് നന്നായി പൊടിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയായ മസാലപ്പുട്ട് റെഡിയായി കിട്ടും. ഒന്നുണ്ടാക്കി നോക്കിയപ്പോൾ അഭിപ്രായം പറയാൻ മറക്കില്ലല്ലോ അല്ലേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.